ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു VR ഡിസൈൻസ്. അപ്പം നമ്മുടെ ഓഫർ സെയിലിൽ ഡേ 2 ആണ് വരുന്നത് ഇന്ന്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഓഫർ സെയിൽ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടു. എല്ലാവരും നല്ല കമൻസും മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതിനെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഈ ഓഫർ സെയിൽ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ഒട്ടും ടൈം കളയാതെ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറയാം. ആ കളക്ഷൻസിലേക്ക് പോയാലോ? ഫസ്റ്റ് വൺ വന്നിട്ട് 2 ടോൺ ഫാബ്രിക്കിൽ വരുന്നൊരു കോഫി ബ്രൗൺ കളറിൽ വരുന്നൊരു കുർത്തിയാണ് കേട്ടോ. ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സിന്റെ ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. ഏരിയയിലാണ് വരുന്നത്. കുർത്തിന്റെ ലെങ്ത് 47 ആണ് വരുന്നത്. ഇതിന്റെ അവൈലബിൾ സൈസ് വന്നിട്ട് എക്സൽ സൈസ് മാത്രമേ ഉള്ളൂ. പ്രൈസിന് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത് 349 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇതിന്റെ വേറെ ഷെയ്ഡും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ കണ്ടതൊരു കോഫി ബ്രൗൺ ഷെയ്ഡ് ആയിരുന്നെങ്കിൽ ഇത് വന്നിട്ട് നല്ല ഒരു എന്താ പറയുക ബ്രിക്ക് റെഡ് ഷെയ്ഡാണ് വരുന്നത്. ഇതിന്റെയും എക്സൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പ്രൈസ് 349 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നത് കുർത്തിയാണ് കേട്ടോ. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. കുർത്തിന്റെ ലെഗ് 47 ആണ് വരുന്നത്. സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത്. ഇതിന്റെ ഒരു സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അവൈലബിൾ സൈസ് വന്നിട്ട് എക്സൽ സൈസ് മാത്രമേ ഉള്ളൂ. പ്രൈസ് 349 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു ഗ്രേ ആണ്. ബേസ് വന്നിട്ട് ഗ്രേ ആണ് വരുന്നത്. ഗ്രേയിൽ വന്നിട്ട് വൈറ്റ് ആണ് ഈ ഒരു പ്രിന്റ് വരുന്നത് കേട്ടോ. എക്സൽ സൈസ് മാത്രമേ ഉള്ളൂ. 349 ആണ്. ഫ്രീ ഷിപ്പിംഗ് ആണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് നമ്മൾ മുന്നേ കണ്ടതിന്റെ വേറെ ഷെയ്ഡാണ്. പെക്കിലായിട്ട് എല്ലാം സെയിം തന്നെയാണ്. ആ ഷെയ്ഡിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ഇതിന്റെയും എക്സൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പ്രൈസ് 349 ഫ്രീ ഷിപ്പിംഗ്. ഇതിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. അതിൽ വന്നിട്ട് ഇങ്ങനെ ഈ ഒരു എന്താ പറയുക ഗ്രീൻ കളർ വൈറ്റ് നേവി ബ്ലൂ എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്നൊരു പ്രിന്റാണ് വരുന്നത്. പ്രൈസ് 349 ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു ഫ്രോക്ക് മോഡലിൽ വരുന്ന കുർത്തിയാണ് കേട്ടോ. ഇങ്ങനെയാണ് എന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ഇത് വന്നിട്ട് ഇത്രയും ഫ്ലെയർ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ ഫ്രോക്ക് മോഡലിലാണ് വരുന്നത്. ബാക്ക് പോർഷൻ വന്നിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാൻ ഡോറിയും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ നെക്ക് ഏരിയയും ഇതിന്റെ യോക്ക് ഏരിയയിൽ വന്നിട്ട് ഇങ്ങനെ പട്ട പോലെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിന്റെ ഒരു സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അവൈലബിൾ ആയ സൈസ് വന്നിട്ട് M സൈസ് മാത്രമേ ഉള്ളൂ. പ്രൈസ് 349 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. കൊച്ചുകുട്ടികൾക്കൊക്കെ ഇത് യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇത് ഈ വീഡിയോ കാണുന്ന പോലെ എല്ലാം നേരിൽ കണ്ടാൽ മാത്രമേ അറിയില്ല ഇതിന് എത്രയും ക്വാളിറ്റി ഉള്ളത്. 349 ഒന്നും നിങ്ങൾക്ക് ഇത് എവിടെയും കിട്ടില്ല. അപ്പോൾ വേഗം പർച്ചേസ് ചെയ്തോളൂ. ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു 2 പീസ് സെറ്റ് ആണ് കേട്ടോ. അതായത് 2 പീസ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർകോട്ട് വരുന്ന ജാക്കറ്റ് വരുന്ന മോഡലാണ് കേട്ടോ. ഇങ്ങനെ ഇതിന്റെ നെക്ക് എന്ന് പറയുന്നത് സ്വീഡിയാർ നെക്കാണ്. ഇതിന്റെ ഇന്നർ വന്നിട്ട് ജോർജറ്റ് ആണ് വരുന്നത്. ഇതിൽ ജാക്കറ്റ് വന്നിട്ട് നെറ്റ് ഫാബ്രിക് ആണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. സ്ലീവ്ലെസ് ആയിരിക്കും. ഇതിന് ഇന്നറിൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ഇതിന്റെ ഏറ്റവും എൻഡ് പോർഷനിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഫ്രില്ല് പോലെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അവൈലബിൾ സൈസ് വന്നിട്ട് L സൈസ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് അതിന്റെ ഇന്നർ വരുന്നത്. ഇതിന്റെ ജാക്കറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. നെറ്റ് ഫാബ്രിക് ആണ്. ജാക്കറ്റിൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. നമുക്കിങ്ങനെ ഫ്രണ്ട് പോർഷനിൽ വന്നിട്ട് ഒരു ഇങ്ങനെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ടൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ജാക്കറ്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹിപ്പ് ഏരിയയുടെ കുറച്ചും കൂടെ മേളിലായിട്ടാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ L സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പ്രൈസ് 549 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇതൊക്കെ ഞാൻ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന കുർത്തീസുകളാണ് കേട്ടോ. ഇതിന്റെ വലിയ സൈസുകൾ ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഇത് M സൈസ്, ഇത് L സൈസ് ആണ്. ഞാൻ അതിന്റെ XL ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. XL ആക്ച്വലി എനിക്ക് L മതിയായിരുന്നു. പക്ഷെ ഞാൻ XL എടുത്തതേ ഉള്ളൂ. കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇനി ഫ്യൂച്ചറിൽ വേണ്ടിയിട്ടും കൂടെ നോക്കിയിട്ടാണ് ഞാൻ അങ്ങനെ എടുത്തത് കേട്ടോ. എനിക്ക് ഇതും അതുപോലെ ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഒരു നല്ല അടിപൊളിയായിട്ടുള്ള കുർത്തിയാണ് കേട്ടോ. ഇതിന്റെ ഇന്നർ വന്നിട്ട് റയോൺ ആണ് വരുന്നത്. ജാക്കറ്റ് വന്നിട്ട് ജോർജറ്റ് ആണ് വരുന്നത്. ഇതൊക്കെ ഞാൻ കുറേ നാൾ ഇത് ഓഫർ സെയിൽ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഒരു സൈസ് എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ടൈമിലൊന്നും പർച്ചേസ് ചെയ്യാതെ വെച്ചിട്ട് ഇപ്പം ഈ റീസെന്റ് ആയിട്ടാണ് ഞാനിപ്പോൾ പർച്ചേസ് ചെയ്തത്. ഇതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇത് വന്നിട്ട് നമുക്ക് സ്ലീവ് വേണമെങ്കിൽ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്, അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ സ്ലീവ് വെക്കാം. ഞാൻ സ്ലീവ് വെക്കാതെ തന്നെയാണ് വെച്ചിട്ടുള്ളത്, യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം ഇത് സീ ത്രൂ ഒന്നും അല്ല. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 47 ആണ് വരുന്നത് കേട്ടോ. നമുക്ക് സ്ലീവ് വേണമെങ്കിൽ സ്ലീവ് അറ്റാച്ച് ചെയ്യാം. ഞാൻ സ്ലീവ് അറ്റാച്ച് ചെയ്യാതെയാണ് യൂസ് ചെയ്തത്. സ്ലീവിന്റെ ആവശ്യം വരുന്നില്ല. സീ ത്രൂ ഒന്നും അല്ല കേട്ടോ. റയോൺ ഫാബ്രിക് ആണ് വരുന്നത്. റയോൺ ആണെങ്കിൽ തന്നെ ഈ ചൂട് കാലത്ത് നമുക്ക് കോട്ടൺ വെയർ ചെയ്യുന്ന പോലെ വെയർ ചെയ്യാൻ പറ്റിയ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ അത് അത്രയും ഇതായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് അത്രയും ഒരു ഇത് തോന്നത്തില്ലായിരിക്കും. പക്ഷേ ഇത് നമ്മൾ യൂസ് ചെയ്താൽ മാത്രമേ ഇത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അതിൻ്റെ ജാക്കറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ജാക്കറ്റ് വന്ന് സ്ലീവ്സിലെ ബോഡി പോർഷനിലും ലൈനിങ് അറ്റാച്ച്ഡ് ആയിരിക്കത്തില്ല. ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല.
കാരണം നമ്മൾ അടിയിലിടുന്ന ഇന്നർ വന്നിട്ട് റയോൺ ഫാബ്രിക്. റയോണിന്റെ കട്ടി നിങ്ങൾക്ക് അറിയാമല്ലോ, അത്യാവശ്യം നല്ല കട്ടിയുള്ളതാണ്. അതേപോലെ തന്നെ വന്നിട്ട് ഇതിന്റെ അകത്തിടുന്ന ആ ഒരു ഇത് വന്നിട്ട് ഇലയിലാണ് വരുന്നത്. ഇത് വന്നിട്ട് സൈഡ് സ്ലിറ്റാണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ കട്ടിങ് പോലെ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഷോയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒരു വി നെക്ക് പോലെയാണ് വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇതിങ്ങനെ വെയർ ചെയ്തിട്ട് നമ്മുടെ ഇന്നർ വെയർ ചെയ്യുമ്പോഴത്തേക്കും അതിങ്ങനെ ഇവിടെ കവർ ആവുകയും ചെയ്യും. നമുക്കിവിടെ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. അത് നിങ്ങൾ യൂസ് ചെയ്താൽ മാത്രമേ അറിയത്തുള്ളൂ. ഇതിന്റെ എൽ സൈസ്, ഇതിന്റെ അവൈലബിൾ ആയ സൈസ് വന്നിട്ട് എം സൈസ് മാത്രമേ ഉള്ളൂ. പ്രൈസ് 499 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. മുമ്പ് നമ്മൾ കണ്ടില്ലേ, ആ കുർത്തി വന്നിട്ട് എൽ സൈസുകാർക്ക് യൂസ് ചെയ്യാം കേട്ടോ. കാരണം എം സൈസുകാർക്ക് അത് ലൂസ് ആയിരിക്കും. എൽ സൈസുകാർക്ക്, എല്ലിനും എമ്മിനും ഇടയിലുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയാണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ലെങ്ത് 47 ആണ് വരുന്നത്. ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. നമുക്കൊരു പാർട്ടി വെയർ ഒക്കെ ഇടാൻ പറ്റിയ അടിപൊളിയാണ് കേട്ടോ. ഇത് കണ്ടോ, കുറച്ച് വർക്ക് നമുക്ക് ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ വരുന്നുള്ളൂ എങ്കിലും നല്ല ഭംഗിയാണ് ഇടാനായിട്ട്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ അവൈലബിൾ സൈസ് വന്നിട്ട് എം സൈസ് മാത്രമേ ഉള്ളൂ. പ്രൈസ് 499 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു നമ്മൾ ക്രിസ്മസിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു. ഇതിന്റെ കുറച്ച് സൈസസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇത് നമുക്ക് ക്രിസ്മസ് പർപ്പസ് അല്ല, അല്ലാതെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ ഇങ്ങനെയാണ് വരുന്നത്. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. ബോഡി പോർഷനിൽ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഇത് വന്നിട്ട് ഇങ്ങനെ ഒരു അംബ്രല്ല മോഡലിലാണ് വരുന്നത്. ബാക്ക് പോർഷനിൽ വന്നിട്ട് ടൈച്ചുള്ള ഡോറി കൊടുത്തിട്ടുണ്ട്. ലെങ്ത് വന്നിട്ട് 47 ആണ് വരുന്നത്. ഇതിന്റെ അവൈലബിൾ സൈസ് ഓൾമോസ്റ്റ് സൈസും ഇതിന്റെ അവൈലബിൾ ആണ്. ഇതിന്റെ ഈ യോക്ക് ഏരിയയിലെ മേലിലും സ്ലീവ്സിലും വന്നിട്ട് ഫുൾ ആയിട്ട് ഈ കാണുന്നത് വന്നിട്ട് ത്രെഡ് വർക്കാണ് കേട്ടോ. നിങ്ങൾക്കത് ഇതിൽ വിസിബിൾ ആവത്തില്ല എന്ന് തോന്നുന്നു. ത്രെഡ് വർക്കാണ് വരുന്നത്. നമുക്കിത് ഡെയിലി വെയർ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്താ പറയുക, ഇനി ക്രിസ്മസ് ഒക്കെ വരുമ്പോഴത്തേക്ക് വേണമെങ്കിൽ നമുക്ക് വാങ്ങി വയ്ക്കാം. ഇത് അത്രയും ഒരു പ്രൈസ്, ലീസ് പ്രൈസിലാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്, സെല് ചെയ്യണത്. കാരണം കുറച്ച് കട്ട് സൈസ് മാത്രമേ ഉള്ളൂ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 399 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ലെങ്ത് 47 ആണ് വരുന്നത്. സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത്. സ്ലീവ്സിലും ബോഡി പോർഷനിലും ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ. കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത്. ഇതിന്റെ യോക്ക് ഏരിയയിൽ വന്നിട്ട് അജർക്കാണ് പാച്ച് വർക്ക് വരുന്നത് കേട്ടോ. ഇതിന്റെ എം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 299 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് ചിക്കൻ കാരി ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ് കേട്ടോ. ഇതിന്റെ ഒരു സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സിലും ബോഡി പോർഷനിലും ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ലെങ്ത് 47. സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത്. ഈ കുർത്തിന്റെ ഫ്രണ്ട് പോർഷൻ ഫുൾ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ ചിക്കൻ കാരി വർക്കാണ് വരുന്നത്. അതേ ചിക്കൻ കാരി വർക്ക് വന്നിട്ട് 3/4 സ്ലീവ്സിന്റെ എൻഡിലും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒരു എം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പ്രൈസ് 599 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു ക്രിസ്മസ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു. ഇതിന്റെ കുറച്ച് സൈസസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സിലും ബോഡി പോർഷനിലും ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ലെങ്ത് 47. ഏലയിലാണ് വരുന്നത്. ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ ഈ ഫ്രണ്ട് പോർഷൻ ഒക്കെ വന്നിട്ട് നെറ്റ് ഫാബ്രിക് ആണ് വരുന്നത് കേട്ടോ. നമ്മൾ ജുവൽ നെക്കിൽ കാണുന്ന പോലെ തന്നെ നെറ്റ് ഫാബ്രിക് ആണ് വരുന്നത്. വൈറ്റ് കളർ ബീഡ്സ് വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് പോർഷനിൽ വന്നിട്ട് സിബ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരു സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അവൈലബിൾ സൈസ് വന്നിട്ട് എൽ സൈസ് മാത്രമേ ഉള്ളൂ. പ്രൈസ് 499 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ വന്നിട്ട് ജുവൽ നെക്ക് കുർത്തിയാണ് കേട്ടോ. ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ഇലയിലാണ് വരുന്നത്. കുർത്തിന്റെ ലെങ്ത് 47 ആണ് വരുന്നത് കേട്ടോ. ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് യോക്ക് ഏരിയ, നെക്ക് ഏരിയ ആണ്. ഇത് കണ്ടോ, ഇങ്ങനെ ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്ക് ഏരിയ വന്നിട്ട് നമുക്ക് സിബ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അവൈലബിൾ ആയ സൈസ് വന്നിട്ട് XL സൈസും XXL സൈസും അവൈലബിൾ ആണ്. ഇത് വന്നിട്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഇതിന്റെ വേറൊരു ഷെയ്ഡും കൂടെ വരുന്നുണ്ട്. ഇതിന്റെ എം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്. ഇതിന്റെ എം സൈസ് മാത്രമാണുള്ളത്. പ്രൈസ് 599 ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ വന്നിട്ട് വിൻസർ ഫാബ്രിക്കിൽ വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. ഇതിന്റെ ഒരു XL സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ഏരിയയിലാണ് വരുന്നത്. കുട്ടിയുടെ ലെഗ് 47 ആണ് വരുന്നത്. ഇതിന്റെ യോക്കിരി വന്നിട്ട് ഫുൾ ആയിട്ട് ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. അവൈലബിൾ ആയ സൈസ് വന്നിട്ട് XL സൈസ് മാത്രമേ ഉള്ളൂ. പ്രൈസ് 449 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇതിന്റെ വേറൊരു ഷെയ്ഡും കൂടെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ കണ്ടത് വന്നിട്ട് നല്ലൊരു ഗ്രേ ഷെയ്ഡായിരുന്നു. ഇത് വന്നിട്ട് നല്ലൊരു പീകോക്ക് ബ്ലൂ ഷെയ്ഡാണ്. ഇതിന്റെയും അവൈലബിൾ ആയ സൈസ് വന്നിട്ട് XL സൈസ് മാത്രമേ ഉള്ളൂ. പ്രൈസ് 449 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ടുള്ള ഒരു ഫ്രോക്ക് മോഡലിൽ വരുന്നൊരു കുർത്തിയാണ് കേട്ടോ. ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്.
ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ ലെങ്ത് വന്നിട്ടൊരു 48 എബോവ് വരുന്നുണ്ട് കേട്ടോ. 48 എബോവ് വരുന്നുണ്ട്. ഇത്രയും ഫ്ലെയർ വരുന്നുണ്ട്. ഫ്രോക്ക് മോഡലാണ്. നമുക്ക് ബാക്ക് പോർഷനിൽ വന്ന് ഇങ്ങനെ ടൈ ചെയ്യാനുള്ള ഡോറിയും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ യോക്ക് ഏരിയയിലും സ്ലീവ്സിലും വന്നിട്ട് ഫുള്ളായിട്ട് വന്നിട്ട് ഫുൾ കൈയാണ് വരുന്നത് കേട്ടോ. ഫുള്ളായിട്ട് അജറക്കാണ് പാച്ച് വർക്ക് വരുന്നത്. ഇതിന്റെ ഈ യോക്ക് ഏരിയ ഒക്കെ ഉണ്ടോ, എന്ത് വർക്കാണെന്ന് നോക്കിയാൽ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇത് നമ്മളിപ്പോൾ റീസെന്റ് ആയിട്ട് കൊണ്ടുവന്നതേ ഉള്ളൂ. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 849 ആയിരുന്നു. ഇപ്പൊ ഇതിന്റെ എം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ 749 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് എയർലൈൻ ടോപ്പ് ആണ് കേട്ടോ. ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്നത് 3/4 സ്ലീവ് ആണ്. സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ലെങ്ത് 47 ആണ് വരുന്നത്. ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നെക്ക് ഏരിയ ആണ്. നെക്ക് ഏരിയയിൽ കണ്ടോ ഹെവി ആയിട്ട് ഇങ്ങനെ ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട്, എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്, ബീഡ്സ് വർക്കും എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ അവൈലബിൾ സൈസ് വന്നിട്ട് എം സൈസ് മാത്രമേ ഉള്ളൂ. എം സൈസ് ആണെങ്കിൽ തന്നെയും എൽ സൈസുകാർക്ക് യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ സൈസ് എൽ ആണ് കണ്ടോ. എൽ സൈസുകാർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ എം സൈസുകാർ എൽ സൈസുകാർ ആര് വേണമെങ്കിലും ഇതിൻ്റെ ആം ടു ആം ഹോൾ എൻ്റെ അടുത്തൊന്ന് നിങ്ങൾ ആ മെഷർമെൻറ്റ് ചോദിച്ചാൽ മതി. അതിനുശേഷം പർച്ചേസ് ചെയ്താൽ മതി. ഇപ്പോൾ ചിലർക്ക് വന്നിട്ട് എൽ സൈസും എം സൈസിന് ഇടയിൽ നിൽക്കുന്നുണ്ടാവും. അവർക്കൊക്കെ ഇത് പർച്ചേസ് ചെയ്യാം. ഇതിൻ്റെ നെക്കൊക്കെ കണ്ടോ, നല്ല വൈഡ് ആയിട്ടുള്ള നെക്കാണ് വരുന്നത്. ഇതിൻ്റെ എം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പ്രൈസ് 449 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് 449 തന്നെ ഒരു കുർത്തിയാണ് കേട്ടോ. ഇതും ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ടുള്ള ഒരു കുർത്തിയാണ്. ഇതിന്റെ എം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ഏരിയയിലാണ് വരുന്നത്. കുർത്തിയുടെ ലെങ്ത് 47 ആണ് വരുന്നത്. ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് യോക്ക് ഏരിയ ആണ് കേട്ടോ. ഇതൊക്കെ നമുക്കൊരു ഹെവി ആയിട്ട് പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ചെറിയ ഒരു ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ വേണമെങ്കിൽ ഇടാൻ പറ്റിയ അടിപൊളിയാണ് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന അതേ സെയിം ഷെയ്ഡാണ്. ഇത് പെൻഡിൽ നിന്ന് വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും എത്രത്തോളം ക്വാളിറ്റി ആണ്. ഇതിന്റെ എം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പ്രൈസ് 449 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് പോപ്കോൺ ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ് കേട്ടോ. ഫ്രോക്ക് മോഡലാണ് വരുന്നത്. സ്ലീവ്സിലും ബോഡി പോർഷനിലും ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. പോപ്കോൺ ആണ്. നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ്. കോളർ നെക്കാണ് വരുന്നത്. ഇതിന്റെ ബാക്ക് പോർഷനിൽ വന്നിട്ട് ഇങ്ങനെ ഡോറി കൊടുത്തിട്ടുണ്ട്. ഇത്രയും കണ്ടോ ഇങ്ങനെ ഫ്ലെയർ വരുന്നുണ്ട്. അംബ്രല്ല കട്ടിംഗ് ആണ് വരുന്നത്. ഇതിന്റെ ഏറ്റവും എൻഡ് പോർഷനിൽ വന്നിട്ട് ഇങ്ങനെ ഫ്രില്ല് പോലെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ രണ്ട് എൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പ്രൈസ് 499 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. അവൈലബിൾ ആണ് സൈസ് വന്നിട്ട് രണ്ട് എൽ സൈസ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ട് വിസിറ്റർ സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ് കേട്ടോ. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ ഇങ്ങനെയാണ് വരുന്നത്. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ലെങ്ത് 47 ആണ് വരുന്നത്. സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത്. ഇതിന്റെ യോക്ക് ഏരിയയിൽ കണ്ടോ ഫുൾ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് സെയിം ഷെയ്ഡിലുള്ള ത്രെഡ് വർക്കാണ്. ഈ വീഡിയോയിൽ വിസിബിൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ എക്സൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പ്രൈസ് 399 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ഒരു ഒണിയൻ പിങ്ക് കളറിലുള്ള ജുവൽ നെക്ക് കുർത്തിയാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ ഇങ്ങനെയാണ് വരുന്നത്. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ലെങ്ത് 47 ഏരിയയിലാണ് വരുന്നത്. ഇതിന്റെ നെക്ക് ഏരിയ കണ്ടോ ഫുൾ ആയിട്ട് ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അവൈലബിൾ സൈസ് വന്നിട്ട് XXL സൈസും 3XL സൈസും അവൈലബിൾ ആണ്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. പ്രൈസ് ആണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത്. 599 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് തന്നെയാണ്. ഇത് വന്നിട്ട് 2 പീസ് സെറ്റാണ് വരുന്നത് കേട്ടോ. അതായത് ടോപ്പ് ആൻഡ് ദുപ്പട്ട സെറ്റാണ് വരുന്നത്. ഇതിന്റെ ഫാബ്രിക് വന്നിട്ട് ജോർജറ്റ് ആണ് വരുന്നത്. ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് വന്നിട്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ബോഡി പോർഷനിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ഏലയിലാണ് വരുന്നത്. കുർത്തിയുടെ ലെങ്ത് 47 ആണ് വരുന്നത്. ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ദുപ്പട്ടയാണ്. ദുപ്പട്ട നല്ല വിത്തും ലെങ്ത്തും ഒക്കെ വരുന്നുണ്ട്. 2.5 എബോവ് വരുന്നുണ്ട് കേട്ടോ. ഇതുകൊണ്ട് എത്ര നല്ല ഭംഗിയുണ്ടെന്ന് നോക്കി ദുപ്പട്ടയുള്ള വർക്കൊക്കെ. ഇതൊക്കെ വന്നിട്ട് ഗോൾഡൻ കളർ ത്രെഡ് വർക്കാണ്. ഇപ്പോഴും നമുക്ക് എൻക്വയറി ഉള്ളതാണ്. ആക്ച്വലി ഇതിന്റെ ഇപ്പം ഞാൻ വേറെ ഇരിക്കുന്ന ഷെയ്ഡിന്റെ വന്നിട്ട് രണ്ട് എം സൈസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ അതിന്റെ സെയിം പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ്. ഇത് ജെറ്റ് ബ്ലാക്ക് ആണ് വരുന്നത്. ഇതും എം സൈസ് ആണ്. അപ്പം മെറൂണിന്റെ വന്നിട്ട് രണ്ട് എം സൈസ് അവൈലബിൾ ആണ്. ബ്ലാക്കിന്റെ വന്നിട്ട് 1 എം അവൈലബിൾ ആണ്. അപ്പം ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് എം സൈസ് ആണ്. അപ്പം ആക്ച്വലി എൻ്റെ സൈസ് വന്നിട്ട് എൽ സൈസ് ആണ്. ഈ കുർത്തി വന്നിട്ട് എനിക്ക് വേറെ ചെയ്തപ്പോൾ കംഫർട്ടബിൾ ആയിട്ടാണ് തോന്നിയത്. അപ്പം നിങ്ങൾ എൽ സൈസുകാർക്ക് ഇത് ഉറപ്പായിട്ട് പർച്ചേസ് ചെയ്യാം. കാരണം ഞാനിപ്പോൾ എൽ സൈസിനും XL സൈസിനും ഇടയിലായിട്ട് നിൽക്കുകയാണ്. എന്നിട്ടും എനിക്ക് സൂട്ടായിട്ടുണ്ടെങ്കിൽ എൽ സൈസുകാർക്ക് ഉറപ്പായിട്ട് ഇത് സൂട്ടാവും. XL സൈസുകാരും പർച്ചേസ് ചെയ്യല്, എം സൈസുകാർക്കും പർച്ചേസ് ചെയ്യാം. എം സൈസുകാർക്ക് ഓൾട്ടർ ചെയ്യേണ്ടി വരും. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ വന്നിട്ട് ഇത് എൽ സൈസുകാർ പർച്ചേസ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. കാരണം എൻ്റെ സൈസ് കറക്റ്റ് എല്ലിനും XLനും ഇടയിലായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും എൽ സൈസുകാർക്ക് ഇത് ഓക്കെ ആവും. അപ്പോൾ കുറേ കസ്റ്റമർ എൻ്റെ അടുത്ത് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു എൽ സൈസ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ അതുവരെയും ഇത് എം സൈസ് വേറെ ഇത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല.
ഞാൻ ഇന്നിപ്പം ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ വേറെ നോക്കിയത്. അപ്പോൾ ഇത് എം എനിക്ക് കംഫർട്ടബിൾ ആണ്. അപ്പം എൽ സൈസുകാർക്ക് പർച്ചേസ് ചെയ്യാം. ഏറ്റവും അഫോർഡബിൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എം സൈസ് ആയ കട്ട് സൈസ് ആയതുകൊണ്ടാണ് ഈ ഒരു പ്രൈസിന് സെല് ചെയ്യുന്നത് കേട്ടോ. ഇത് റീസ്റ്റോക്കിംഗ് ഇനി വരാൻ ചാൻസ് ഉള്ള ഐറ്റം ആണ്. എങ്കിലും ഇപ്പം ഈ ഒരു വിഷു കൈനീട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു അഫോർഡബിൾ പ്രൈസിൽ കൊടുക്കുകയാണ്. 999 ഉള്ളൂ, ഫ്രീ ഷിപ്പിംഗ് ആണ്. ആക്ച്വലി ഇതിന്റെ പ്രൈസ് വന്നിട്ട് 1075 ആണ്. നമ്മളൊരു ഓഫർ പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത്. വിഷു കൈനീട്ടമായിട്ട് 999 കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എൽ സി സിക്കാർ എല്ലാവരും ഹാപ്പി ആയെന്ന് വിശ്വസിക്കുന്നു. ഈ റെഡിന്റെ വന്നിട്ട് റെഡ് അല്ല മെറൂണിന്റെ വന്നിട്ട് 2 എം സൈസും ഇത് വന്നിട്ട് 1 എം സൈസും അവൈലബിൾ ആണ്. എൽ സി സിക്കാർ വേഗം പർച്ചേസ് ചെയ്തോളൂ. നെക്സ്റ്റ് വൺ വന്നിട്ട് 3 പീസ് സെറ്റ് ആയാലോ. അത് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള നമ്മുടെ ഒരുപാട് നമുക്ക് കസ്റ്റമർ എൻക്വയറി ചെയ്യുന്ന ഒരു ഷെയ്ഡാണ് ഈ ഒരു വയലറ്റ് ഷെയ്ഡ്. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല, ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ലെങ്ത് 47 ആണ് വരുന്നത്. സൈഡ് സ്റ്റിച്ച് ആണ് വരുന്നത്. ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് യോക്ക് ഏരിയ ആണ് കേട്ടോ. ഹെവി ആയിട്ട് ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതിന്റെ അവൈലബിൾ ആയ സൈസ് വന്നിട്ട് എം സൈസ് മാത്രമേ ഉള്ളൂ. അതിന്റെ പാന്റ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഫ്രണ്ട് പോർഷനിൽ ബാക്ക് പോർഷനിൽ ഇങ്ങനെ എലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പാന്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 39 ആണ് വരുന്നത്. പാന്റിലും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ലൈനിങ് വെച്ചിട്ടുണ്ട്. പാന്റിന്റെ ഫാബ്രിക് വന്നിട്ട് വിജിറ്റ സിൽക്സ് ആണ് ഫാബ്രിക് വരുന്നത്. പാന്റും വിജിറ്റ സിൽക്സ് ആണ് ഫാബ്രിക് വരുന്നത്. നോർമലി അത് സാൻഡൂൺ ബോട്ടമാണ് വരാറുള്ളത്. പക്ഷെ ഇത് വന്നിട്ട് നമുക്ക് വിജിറ്റ സിൽക്സ് ആണ് വരുന്നത്. ഇങ്ങനെയാണ് എൻ്റെ ദുപ്പട്ട വരുന്നത്. വൺ സൈഡ് വന്നിട്ട് ഹെവി ആയിട്ട് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. വൺ സൈഡ് സ്കാലപ്പ് ആണ് വരുന്നത്. കുർത്തിയിൽ വന്നിട്ട് ഫുൾ ആയിട്ട് അവിടെ ആയിട്ട് ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ലെങ്ത് വന്നിട്ട് 2.5 ആണ് വരുന്നത്. നല്ല വിത്തും വരുന്നുണ്ട് കേട്ടോ. ഇതിന്റെ എം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിന്റെ പ്രൈസ് ആണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത്. 999 ഉള്ളൂ, ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇതൊക്കെ 1400 എബോവ് വന്നിട്ടുള്ള 1011 സംതിങ് എബോവ് വന്നിട്ടുള്ളതായിരുന്നു. അപ്പൊ ഇത് ഞാനിത് ഒരു സൈസ് മാത്രം ആയതുകൊണ്ടും വിഷു ഒരു കൈനീട്ടമായിട്ട് 999 സെല് ചെയ്യാണ്. വേഗം പർച്ചേസ് ചെയ്തോളൂ. നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു 3 പീസ് സെറ്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ കുറേ ഇതിന്റെ സെല് ചെയ്തിട്ടുള്ളതായിരുന്നു. ഇപ്പൊ ഇതിന്റെയും എം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇങ്ങനെയാണ് അതിന്റെ കുർത്തി വരുന്നത്. ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് കേട്ടോ. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല, ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ലെങ്ത് 47 ആണ് വരുന്നത്. സൈഡ് സ്റ്റിച്ച് ആണ് വരുന്നത്. വി നെക്ക് ആണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇതും എൽ സൈസുകാർക്ക് സൂട്ട് ആവുമെന്ന് തോന്നുന്നു. നിങ്ങളൊന്നതിന്റെ മെഷർമെന്റ് ചോദിച്ചാൽ മതി. ഞാനിത് ആക്ച്വലി ഇതുവരെ വേറെ ഇത് നോക്കിയില്ല. ഞാൻ വേറെ ഇത് നോക്കിയിട്ടാണെങ്കിൽ എനിക്ക് 100% പറയാമായിരുന്നു ഇത് എൽ സൈസുകാർക്ക് സൂട്ടബിൾ ആവുമെന്ന്. എങ്കിലും ഞാൻ ഇതൊന്ന് വേറെ ഇത് നോക്കാം. അപ്പം നിങ്ങൾ ഇതിന്റെ ആം ടു ആം ഹോൾ എത്രയാണ് അളവെന്ന് ചോദിച്ചാൽ മതി. ഇത് എം സൈസ് ആണെങ്കിലും എൽ സൈസുകാർക്കും സൂട്ട് ആകും. അതായത് നമ്മൾ നല്ല മാനുഫാക്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് എടുക്കുന്ന കുർത്തീസ് ഒക്കെ വന്നിട്ട് എപ്പോഴും ഒരു പ്ലസ് സൈസാണ് വരാറുള്ളത് കേട്ടോ. എം സൈസ് വന്നിട്ട് എൽ സൈസുകാർക്കും യൂസ് ചെയ്യാവുന്ന പോലെയാണ് വരാറുള്ളത്. ഇങ്ങനെയാണ് അതിന്റെ പാന്റ് വരുന്നത്. സാൻഡൂൺ ബോട്ടമാണ്. ഫ്രണ്ട് പോർഷനിൽ ബാക്ക് പോർഷനിൽ എലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പാന്റിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 39 ആണ് വരുന്നത്. ലൂസ് പാന്റ് ആണ് കേട്ടോ. ഇത് കണ്ടോ. ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ദുപ്പട്ടയാണ് കേട്ടോ. ഒരു രക്ഷയുമില്ല, അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെയാണ് അതിന്റെ ദുപ്പട്ട വരുന്നത്. 2.5 ആണ് നീളം വരുന്നത്. നല്ല വിക്തൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഏറ്റവും എൻഡിലായിട്ട് ഇങ്ങനത്തെ കുഞ്ചലൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഹെവി ആയിട്ടൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയാണ്. അപ്പം എന്താ പറയുക, എൽ സൈസുകാർക്ക് ഇത് സൂട്ടബിൾ ആവും കേട്ടോ. നിങ്ങളൊന്ന് ആം ടു ആം ഹോൾ ചോദിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഞാനൊന്ന് വേറെ ഇത് നോക്കട്ടെ. എനിക്ക് ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഓക്കെ ആവും എൽ സൈസുകാർക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്ലിയർ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് പറഞ്ഞില്ല. അവൈലബിൾ സൈസ് വന്നിട്ട് എം സൈസ് മാത്രമേ ഉള്ളൂ. പ്രൈസ് 949 ഉള്ളൂ, ഫ്രീ ഷിപ്പിംഗ് ആണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു ഫ്രോക്ക് മോഡലിൽ വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. ഇതിന്റെ ഒരു എൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല, ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ഇങ്ങനെയാണ് കുർത്തിന്റെ ഇത്രയും ലെങ്ത് വരുന്നുണ്ട്. ബാക്ക് പോർഷനിൽ വന്നിട്ട് ടൈച്ചുള്ള ഡോറി കൊടുത്തിട്ടുണ്ട്. കോളർ നെക്കാണ് വരുന്നത്. അവൈലബിൾ സൈസ് വന്നിട്ട് എൽ സൈസ് മാത്രമേ ഉള്ളൂ. പ്രൈസ് 499 ഉള്ളൂ, ഫ്രീ ഷിപ്പിംഗ് ആണ്. നമ്മളിപ്പോൾ കണ്ടത് ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആണെങ്കിൽ ഇനി നമ്മുടെ കയ്യിലുള്ളത് നല്ല ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. ഇതിന്റെ എക്സൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പ്രൈസ് 499 ഉള്ളൂ, ഫ്രീ ഷിപ്പിംഗ് ആണ്. പിക്കിലായിട്ട് എല്ലാം സെയിം തന്നെയാണ്. ആ ഷെയ്ഡിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ നമുക്ക് എന്താ പറയുക, ഒന്നും കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ തന്നെയും മീൻസ് ഒരു ടീനേജിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ തന്നെയും ഇത് വാങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനത്തെ ഒരു മോഡൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഷേപ്പ് ചെയ്യേണ്ടി വരില്ല. അപ്പം വേഗം പർച്ചേസ് ചെയ്തോളൂ. ഇതിന്റെ അവൈലബിൾ സൈസ് 42 മാത്രമേ ഉള്ളൂ. പ്രൈസ് 499 ഉള്ളൂ, ഫ്രീ ഷിപ്പിംഗ് ആണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് 2 പീസ് സെറ്റ് ആണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് സ്കേർട്ട് വരുന്നത്.
ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്, ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഞൊറിവൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടൈ ചെയ്യാനുള്ള ഡോറി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്കേർട്ട് വരുന്നത്. സ്കേർട്ടിൻ്റെ ലെങ്ത് വന്നിട്ട് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ 2 സൈസ് അവൈലബിൾ ആണ്. എക്സൽ സൈസും എം സൈസും അവൈലബിൾ ആണ്. അതിൻ്റെ ടോപ്പ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ടോപ്പിൻ്റെ ഫാബ്രിക് വന്ന് വിചിത്ര സിൽക്സ് ആണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ ഇങ്ങനെയാണ് വരുന്നത്. സ്ലീവ് വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു പഫ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വന്നിട്ട് എൽബോർഡ് അവിടെ വരെ ഉണ്ടായിരിക്കത്തുള്ളൂ. ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ നെക്ക് ഏരിയ ആണ് കേട്ടോ. ഹെവി ആയിട്ട് ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അവൈലബിൾ സൈസ് വന്നിട്ട് എം സൈസും എക്സൽ സൈസും അവൈലബിൾ ആണ്. പ്രൈസാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത്. 949 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. ഓർഡേഴ്സ് എല്ലാം വാട്സപ്പ് ത്രൂ ആണ്. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ടാവും. 8891479506. ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പർ 9645479506. അപ്പോൾ ഞാൻ എപ്പോഴും പറയും പോലെ പറയുകയാണ്, ഇതൊരു ഓഫർ സെയിൽ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സൈസ് മെൻഷൻ ചെയ്ത് വാട്സപ്പ് ചെയ്യാം. ഓർഡേഴ്സ് എല്ലാം വാട്സപ്പ് ത്രൂ ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഏത് ടൈമിൽ ചോദിച്ചതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കളറോ അല്ലെങ്കിൽ ഫാബ്രിക്കോ അതിൻ്റെ മെഷർമെൻറ്റോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ച് ക്ലിയർ ആയതിനു ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക. ഡാമേജ് ഐറ്റം അല്ലാതെ ഒരു ഐറ്റം നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കത്തില്ല. സൈസ് വേരിയേഷന് വന്നിട്ട് നമ്മൾ റിട്ടേൺ എടുക്കത്തില്ല. കാരണം നമ്മളിത് വളരെ മാർജിൻ ഇല്ലാതെയാണ് സെല് ചെയ്യുന്നത്. കാരണം കട്ട് സൈസ് ആയതുകൊണ്ടും പിന്നെ വന്നിട്ട് ഇങ്ങനെ ഒരു വിഷു ഈസ്റ്റർ ഒരു മെഗാ ഓഫറായിട്ട് നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രൈസിൽ ചെയ്യുന്നത്. നോർമൽ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ അങ്ങനെ ഒരു ഓഫർ പ്രൈസിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് റിട്ടേൺ എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പം എല്ലാ വീഡിയോയും വിജയിപ്പിക്കും പോലെ ഈ ഓഫർ സെയിൽ വീഡിയോ വിജയിപ്പിക്കുന്ന വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എനിക്ക് മെസ്സേജും കമൻസും ഒക്കെ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം വി ആർ ഡിസൈൻസിൻ്റെ ഓഫറുകൾ ഇതോടെ ഒന്നും അവസാനിക്കുന്നില്ല. നമ്മുടെ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മാസവും സെക്കൻഡ് സാറ്റർഡേ വന്നിട്ട് നമ്മൾ ഗിവ് അവേ അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സ് ചിലപ്പോൾ അത് അറിയത്തുണ്ടാവത്തില്ല. അപ്പം നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നിന്നാണ് സെക്കൻഡ് സാറ്റർഡേ വന്നിട്ട് നമ്മൾ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. ആ വിന്നറിന് വന്നിട്ട് നമ്മൾ കുർത്തി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ മാസവും നമ്മളിപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് തുടർന്ന് പോകുന്നുണ്ട്. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണമല്ലോ. അവർക്ക് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്, അവരുടെ ഹാപ്പിനെസ് ആണ് നമ്മുടെ ഹാപ്പിനെസ്. അപ്പം എല്ലാവർക്കും ഈ ഓഫർ സെയിൽ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കും. അപ്പം ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. നാളെ വിഷുവാണ്. നാളെ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു അടിപൊളി ഓഫറാണ്. ഇതേപോലത്തെ ഒരു ഓഫർ സെയിൽ ആയിരിക്കത്തില്ല, അതുക്കും മേലെ. അപ്പോൾ നാളെ നമുക്ക് ഓഫർ സെയിലുമായിട്ട് കാണാം. അപ്പോൾ ഇനി അടുത്തൊരു എലഗൻ കളക്ഷനുമായിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഗൗരി ഹർഷ്.